ആദ്യം ലാലേട്ടൻ്റെ ഒടിയൻ വന്നു 2018. പിന്നീട് ദുൽഖർ സൽമാൻ ഒടിയനായി വരവറിയിച്ചുകൊണ്ട് ലോക സീരീസിൻ്റെ ആദ്യ ഭാഗമായ ചാപ്റ്റർ 1 ചന്ദ്രയിൽ ക്യാമിയോ ആയി എത്തി. ഇനി ഒടിയൻ ഉണ്ടാകുമോ? യെസ് എന്നതാണ് ഉത്തരം. രാഹുൽ സദാശിവൻ തൻ്റെ പുതിയ ചിത്രത്തിന് ഒടിയൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജും മഞ്ജു വാര്യറുമാണ്. ടൈറ്റിൽ അനൗൺസ് ചെയ്ത ഒരു പോസ്റ്റർ ഈ ടീം പങ്കുവച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോസ്റ്ററാണിത്. പോസ്റ്ററിൽ അഭിനേതാക്കൾ ആരുമില്ല, എന്നാലും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പേരുകൾ തന്നെയാണ് ഈ സിനിമയ്ക്കുമേലുള്ള നിലവിലെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നത്. കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ മേനോനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇതാദ്യമായാണ് ധർമ്മ പ്രൊഡക്ഷൻസ് മലയാളം ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒടിയൻ അന്ന് വൻ ഹൈപ്പിലിറങ്ങിയ ഒരു സിനിമയാണ്. ലാലേട്ടൻ തൻ്റെ ലുക്ക് പോലും മാറ്റി ചെയ്ത ഈ സിനിമ നെഗറ്റീവിൻ്റെ പെരുമഴയാണ് സൃഷ്ടിച്ചത്. സിനിമ ഇറങ്ങും മുൻപ് നൽകിയ വൻ ഹൈപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഹൈപ്പ് ഉയർന്നതോടെ സിനിമ കണ്ട പ്രേക്ഷകർക്ക് പക്ഷേ വിചാരിച്ച മാജിക് ഒന്നും സിനിമയിൽ കാണാൻ സാധിച്ചില്ല. പിന്നീടങ്ങോട്ട് മോഹൻലാലിൻ്റെ രൂപത്തെ പോലും ട്രോള് ചെയ്യപ്പെട്ട അനവധി അവസരങ്ങൾ ഉണ്ടാകാൻ കാരണവും ഈ ഒടിയനാണ്. അതേസമയം ലോകയിൽ ക്യാമിയോ ആയി എത്തിയ ദുൽഖറിൻ്റെ ഒടിയൻ പ്രേക്ഷകർക്ക് ഇനി വരാനിരിക്കുന്ന ലോക പാർട്ടിലേക്കുള്ള പ്രതീക്ഷയാണ് സമ്മാനിച്ചത്. ഇപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയാണ് പൃഥ്വിരാജിൻ്റെ ഒടിയൻ എന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഏതാണെന്നൊക്കെ വഴിയെ അറിയാൻ പറ്റൂ. ഇനി ആരാണ് ഈ സിനിമയിൽ ഒടിയനാകുക എന്നതൊക്കെ സസ്പെൻസ് ആണ് താനും. നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയനുമായി ഈ പുതിയ സിനിമയ്ക്ക് ഒരു സാമ്യമുണ്ട്. 2 സിനിമയിലെയും നായിക കഥാപാത്രമായി വരുന്നത് മഞ്ജു വാര്യറാണ് എന്നതാണത്. കുറച്ച് കഞ്ഞിയെടുക്കട്ടെ മാണിക്ക എന്ന് നമ്മുടെ ലാലേട്ടനോട് ചോദിച്ചതുപോലെ ഇനി പൃഥ്വിയോട് എന്താണോ ചോദിക്കാൻ പോകുന്നത്. ഏതായാലും എല്ലാം നന്നായി നടക്കട്ടെ. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.